ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സെക്ടർ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ പലതും ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് നെയിമിൻ്റെ അവസാനം ഫുഡ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ ഇപ്പോൾ ഏകദേശം എന്താ പറയുക 80 എച്ചിൽ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സെക്ടർ ഇത്ര കണ്ട് ബുള്ളിഷായിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ട്രെൻഡ് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഇതൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലെ സംസാരിച്ച ഫെർട്ടിലൈസേഴ്സ് സെക്ടറിനെ പറ്റിയിട്ടുള്ള അനാലിസിസിൻ്റെ വീഡിയോയുടെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കോർ വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ നമ്മൾ ആ വീഡിയോ സംസാരിച്ചപ്പോഴത്തേക്കും ഒരു എമർജൻറ്റ് തീം വരികയാണെങ്കിൽ അതിനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 രീതി ഉണ്ടെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ രീതി എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ടെക്നിക്കലി ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു സെക്ടർ മൊത്തത്തിൽ ഒരു സെക്ടറിൻ്റെ അകത്തുള്ള കുറച്ചധികം സ്റ്റോക്കുകൾ ഒരുമിച്ച് ടെക്നിക്കലി ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ റീസൺസ് കാര്യങ്ങളൊന്നും തന്നെ അപ്പോൾ ആലോചിക്കുന്നില്ല. പിന്നീട് ആ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫണ്ടമെന്റലി ഇന്നതാണ് ഇന്ന സെക്ടറിൻ്റെ അത് സംഭവിക്കുന്നത്, ഇന്നയാണ് റീസൺസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം പിന്നീട് കമ്പനീസ് EPSൽ ഗ്രോത്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് കമ്പനീസ് ഫർദർ പെർഫോം ചെയ്ത് കയറി പോകുന്നു. ആ സമയത്ത് നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ടെക്നിക്കൽ, രണ്ടാമത് നമ്മൾ എക്കണോമിക്കലിയും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലിയും മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ മൂന്നാമതാണ് നമ്മൾ EPS ഗ്രോത്തിലോട്ട് വരുന്നത്. കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് വന്നതിന് ശേഷം ഏറ്റവും അവസാനമാണ് പ്രോഫിറ്റിൽ നമുക്ക് ഇതൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നത്. ആദ്യം പ്രൈസിലായിരിക്കും നമുക്കൊരു കമ്പനിയുടെ പെർഫോമൻസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഫെർട്ടിലൈസർ സെക്ടറിനെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോക്കുകളൊന്നും തന്നെ അതിൻ്റെ ടെക്നിക്കൽ ബ്രേക്കൗട്ട് തന്ന ദിവസങ്ങളിലൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം ടെക്നിക്കലി ബ്രേക്കൗട്ടൊക്കെ നടന്നതിന് ശേഷമാണ് ഈ സെക്ടർ ബുള്ളിഷായിട്ട് വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടത്. പക്ഷേ ഫുഡ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഫുഡ് സെക്ടറിൻ്റെ അകത്ത് എന്നാണോ ബ്രേക്കൗട്ട് വന്നത്, ആ ബ്രേക്കൗട്ട് നടന്ന സമയത്ത് ലൈവായിട്ട് മാർക്കറ്റ് ടൈമിൽ തന്നെ നമ്മൾ ട്വിറ്റർ വഴിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന സ്റ്റോക്കുകൾ ബ്രേക്കൗട്ട് വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബെക്ടർ ഫുഡ് ബ്രേക്കൗട്ടായി, നമ്മുടെ ബിക്കാജി ഫുഡ്സ് ബ്രേക്കൗട്ടായി. ബിക്കാജി ഫുഡ്സ് ഒക്കെ ബ്രേക്കൗട്ട് ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് മുന്നേ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ പല സ്റ്റോക്കുകളും ബ്രേക്കൗട്ട്, LT ഫുഡ്സ്, ഇതെല്ലാം തന്നെ ലൈവായിട്ട് ബ്രേക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ ഫുഡ് സെക്ടറിൻ്റെ അകത്ത് സ്റ്റോക്കുകൾ ബ്രേക്കൗട്ട് തന്ന ദിവസങ്ങളിൽ നമ്മൾ കീനായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ദിവസമാണ്. കാരണം ഇലക്ഷൻ ഡേ കഴിഞ്ഞിട്ട്, ഇലക്ഷൻ്റെ ആ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിച്ചതിന് ശേഷം നമ്മൾ വൈകിട്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്തുമാത്രം മോശം റിസൾട്ട് ആയാലും മാക്സിമം 1-2 ആഴ്ചത്തെ ഒരു നീജർക്ക് റിയാക്ഷൻ ശേഷം മാർക്കറ്റ് അതിൻ്റെ അപ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നായിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിൽ റിവേഴ്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് പല സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യും. ആ ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളായിരിക്കും നമ്മുടെ അടുത്ത മാർക്കറ്റിൻ്റെ ട്രെൻഡ് ലീഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള എമർജൻറ്റ് തീമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ടെക്നിക്കലി ഒരു പോസിബിലിറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ കീനായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഈ സ്റ്റോക്കുകളൊക്കെ ബ്രേക്കൗട്ട് തരുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ലൈവായിട്ട് ട്വിറ്ററിൽ നമുക്ക് ഷെയർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്ന് നമ്മൾ ആ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു കൊലേഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഒരു സെക്ടറിനെ ഇതൊരു ബുള്ളിഷ്ലി അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺസ്, ഫുഡ് സെക്ടറിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ സബ് സെക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഇതൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തീം എമർജ് ചെയ്ത് വരാൻ നേരത്ത് അതിൻ്റെ അത് ആദ്യം അതിൻ്റെ അകത്തുള്ള ഡയറക്റ്റ് പ്ലേയേഴ്സ്, അതിൻ്റെ അകത്തുള്ള കോർ പ്ലേയേഴ്സ് പെർഫോം ചെയ്യും. പിന്നീട് അതിൻ്റെ ശേഷം പിറകെ മാത്രമേ അതിൻ്റെ അകത്തുള്ള ആൻസിലറി പ്ലേകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സബ് സെക്ടേഴ്സൊക്കെ പ്ലേ ചെയ്ത് വരത്തുള്ളൂ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം ഫുഡ് സെക്ടറിൻ്റെ അകത്ത് ഡയറക്റ്റുള്ള പ്ലേയേഴ്സ് പെർഫോം ചെയ്തു. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആൻസിലറി സ്റ്റോക്കുകളായിട്ടുള്ള ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ ആൻസിലറികളാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഇതൊക്കെയാണ് നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫർദർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ വീഡിയോ വഴിയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് സെക്ടർ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2025-26 ടൈമിലാകുമ്പോഴത്തേക്കും ഏകദേശം $530 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സെക്ടറാണ് ഈ ഫുഡ് സെക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ പാസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് 14.6% CAGR ഗ്രോത്ത് കാഴ്ചവെക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. ഈ 14.6% എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. ഇതിൻ്റെ അകത്ത് കമ്പനികൾ നോക്കുകയാണെങ്കിൽ നല്ല കമ്പനികൾ ഇതിനെക്കാട്ടിയും വലിയ പെർസെൻറ്റേജിൽ ഗ്രോത്ത് ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. മിനിമം ഇത്രയും പെർസെൻറ്റേജ് ഗ്രോത്ത് ഒരു ആവറേജ് കൊണ്ടുവരുന്നതായിരിക്കും. അതിനെക്കാട്ടിയും കൂടുതൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കമ്പനി, ലീഡർ കമ്പനികളും അതല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനികളൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി നല്ല ഗ്രോത്തുകൾ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ലോ ബേസ് എഫക്റ്റ് ഉള്ള കമ്പനികളാണെങ്കിൽ വളരെ നല്ല ഗ്രോത്ത് കൊണ്ടുവരാനുള്ള ചാൻസ് ഉള്ളൊരു സെക്ടറാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളൊരു മേഖലയാണ് ഇത്ര കണ്ട് ഗ്രോത്ത് ഉള്ളൊരു സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഗവൺമെൻറ് ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാമിൽ നിന്നുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രി സൈഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് എത്രമാത്രം കൂട്ടാൻ പറ്റുമോ അത്രമാത്രം
കൂട്ടുക, മാത്രമല്ല നമ്മുടെ എക്സ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂട്ടുകയും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുകയൊക്കെയാണ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. മാത്രമല്ല ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കാൻ നേരത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ എക്കണോമി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവിടെ ബെനിഫിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നതും ഫാമേഴ്സ് തന്നെ ആയിരിക്കും. കാരണം ഫാമേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ GDPയുടെ നല്ലൊരു ശതമാനവും ഈ അഗ്രികൾച്ചറൽ ഇൻകമാണ്. നമ്മൾ മറ്റൊരു കാര്യത്തിലും സെൽഫ് സഫീഷ്യൻ്റ് അല്ലെങ്കിലും നമ്മൾ അഗ്രികൾച്ചറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ അകത്ത് നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ പവറിൻ്റെ അകത്തും സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഇങ്ങനെ 2-3 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന 2-3 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തൊന്ന് വരുന്നതാണ് ഈ ഫുഡ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് പോപ്പുലേഷനാണ്. നമ്മുടെ ഈ ബിഗ്ഗസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ ആയിരിക്കും അതിൻ്റെ ഒബിയസ്ലി ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്, ഇത്രണ്ട് നല്ല വലിയൊരു മാർക്കറ്റ് നമ്മളെ കയ്യിലുള്ളത്, ആൻഡ് ഈ മാർക്കറ്റ് തന്നെ ഒരു ഗ്രോ ചെയ്യുന്ന ട്രെൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുഡ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ 2030 ആകുമ്പോഴത്തേക്കും കൺസംഷൻ ഇവിടെ നിന്നും 4x ഗ്രോത്ത് കാഴ്ചവെക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉള്ളതും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോ ചെയ്യുന്നതാണ്. അർബനൈസേഷൻ എന്ന് പറയുന്ന ട്രെൻഡും പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് ഫുഡിനെ ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പുതിയൊരു കൾച്ചർ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചർ, അതായത് പാക്ഡ് ഫുഡ്സ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും റോ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട്, വെജിറ്റബിൾസ് ഒക്കെ റോ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് ഇത് കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ പാക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് മേടിക്കുന്നതിലോട്ട് നമ്മുടെ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അർബനൈസേഷന് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് കാരണം സംഭവിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കാര്യങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഫർദർ നമ്മുടെ കൺസംഷൻ കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 2030 അകത്ത് നമ്മുടെ ഇവിടുത്തെ കൺസംഷൻ എന്ന് പറയുന്നത് 4x ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മാറുന്ന കാലഘട്ടത്തിൽ ഒരുപാടധികം ഓപ്ഷൻസും ആൾക്കാർക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പിലുള്ള ഫുഡുകൾ, പല ടൈപ്പിൽ പാക്ക് ചെയ്ത ടൈപ്പ് ഫുഡുകൾ, പാക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി വളരെയധികം ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ഫുഡുകൾ, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഇന്നോവേറ്റീവ് ആയിട്ട്, എത്രമാത്രം വളരെ ഫ്രഷ് ആയിട്ട് ഹൈ ക്വാളിറ്റി ഉള്ള ഫുഡുകൾ കൊടുക്കുന്നതിനനുസരിച്ച് കമ്പനീസിന് കൂടുതൽ പ്രീമിയം അവരുടെ പ്രോഡക്ട്സിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും, കൂടുതൽ മാർജിൻസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും, കൂടുതൽ പ്രോഫിറ്റും ഒബിയസ്ലി ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൊമാറ്റോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ കൊമേഴ്സിൽ വന്നേക്കുന്ന ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ഈ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ UP ആയിരുന്നു പോസ്റ്റഡ്. അപ്പോൾ UP നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് കാലം മുമ്പ് വരെയാണെങ്കിൽ എനിക്ക് ഈ ഓൺലൈനായിട്ട് ഈ ചിപ്സ് അല്ലെങ്കിൽ മിച്ചർ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൻ്റെ അകത്താണ് ഇതൊക്കെ ഒന്ന് ആമസോണിൽ നോക്കിയപ്പോഴത്തേക്കും നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ആക്ച്വലി നമുക്ക് ഇതുവഴി ഓർഡർ ചെയ്യാൻ പറ്റും. വളരെ ഫ്രഷ് ആയിട്ട് എന്താ പറയുക, നമുക്കൊരു നാട്ടിൽ നിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൊമേഴ്സിൻ്റെ ഒരു ഗ്രോത്ത് തന്നെ നമ്മൾ ഈ സെക്ടറിൻ്റെ അകത്ത് മൊത്തത്തിൽ മാർക്കറ്റിനെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പുറത്ത് പോയി താമസിക്കുന്ന ഒരാൾക്ക് അയാളുടെ നാട്ടിലെ തനതായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി മുമ്പ് ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെക്ടർ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സെക്ടറാണ്. നമുക്ക് ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇനി ഏതൊക്കെ സബ് സെക്ടേഴ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആൻസിലറി പ്ലേകളാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്, ഏതൊക്കെയാണ് അവിടെ ഒരു പ്ലേ നമുക്ക് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് സ്റ്റോറേജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് കമ്പനീസ് വളരെയധികം പോസിറ്റീവാണ്. കാരണം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലുള്ള സെക്ടേഴ്സൊക്കെ തന്നെ ഹൈലി അൺഓർഗനൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതൊന്നുമില്ല, ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇന്ന രീതിയിൽ പ്രൊഡക്ഷൻ നടത്തണം, ഇവിടെ ഇന്നൊക്കെയാണ് ഇവിടുത്തെ സപ്ലൈയിൽ പ്രോബ്ലംസ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾക്കാണ് ഇവിടെ ഡിമാൻഡ് ഉള്ളത്, ഈ ഡിമാൻഡുള്ള സാധനങ്ങൾ ഞങ്ങൾ പ്രൊഡക്ഷൻ നടത്തണം, അങ്ങനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആവശ്യാനുസരണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയൊന്നുമില്ല. എന്തിനാണോ വില കൂടുതൽ ആ സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പോഴത്തേക്കും അതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണം തന്നെ ആ സാധനത്തിൻ്റെ വില ഇടിഞ്ഞ് താഴോട്ട് പോകുന്നതായിരിക്കും, ഫാമേഴ്സിൻ്റെ ആത്മഹത്യ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുന്നതായിരിക്കും. പിന്നീട് അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഓവർ പ്രൊഡക്ഷൻ്റെ ആ ഒരു സിനാരിയോ മാറി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പിന്നെ അതേ സാധനത്തിന് തന്നെ വില കൂടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡിലോട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റോറേജ് ഫെസിലിറ്റീസിൻ്റെ ഗ്രോത്ത് തന്നെയായിരിക്കും. ഓബിയസ്ലി ഈ സപ്ലൈ ഡിമാൻഡിൻ്റെ ഒരു മിസ്മാച്ച് മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ എന്താ പറയുക, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ മീൻസ് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത് രീതി എന്ന് പറയുന്നത് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്ത് വരുന്നത് തന്നെയായിരിക്കും. പിന്നെ മാത്രമല്ല
നമുക്കറിയാം നമ്മുടെ പല ക്രോപ്പുകളും സീസണൽ ക്രോപ്പുകളാണ്. അപ്പോൾ ഈ സീസണാലിറ്റി നേച്ചർ കാരണം തന്നെ പലതിലും സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ചുകൾ വരാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യുന്ന വഴിയിട്ട് പരിഹരിക്കാൻ പറ്റും. പിന്നെ മറ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇപ്പോൾ മഴയില്ലാത്തത്, അതല്ലെങ്കിൽ വരൾച്ച, കൊടുങ്കാറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വന്ന് കൃഷി കാര്യങ്ങളൊക്കെ നശിച്ചു പോകുന്നത് നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ പഴയ സാധനങ്ങൾ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, മാർക്കറ്റിൻ്റെ അകത്തോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻസിലറി പ്ലേ ആണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ടി വരും. പിന്നെ അതേ കണക്ക് തന്നെ പാക്കേജിങ്, ഫുഡിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ഈ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പാക്ഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വരുന്ന ഒരു ആൻസിലറി പ്ലേ ആണ് ഫുഡ് പാക്കേജിങ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആൻസിലറി പ്ലേ ആണ്. കാരണം പാക്കേജിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഹൈ ക്വാളിറ്റി ഉറപ്പുവരുത്തണം, ഫുഡിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, അത് ചീത്തയായി പോകാൻ വേണ്ടി പാടില്ല, അത് പ്രിസർവ് ചെയ്ത് നിലനിർത്താൻ പറ്റണം, അതിൻ്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. പിന്നെ മാത്രമല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ് സെക്ടറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള സപ്ലൈ ചെയിൻ ആണ്. ഇപ്പോൾ ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമേഴ്സ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിതിനെ ഡയറക്റ്റ് കമ്പനീസിലോട്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ കമ്പനീസിന് എന്താണോ ആവശ്യം അത് മൊത്തം ഒരു ഫാർമർ തന്നെ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഏതെങ്കിലുമൊക്കെ ബിഗ്ഗീസ് ഈ സാധനങ്ങൾ ഒരുമിച്ച് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം അതിന് എവിടെയാണോ ആവശ്യം അങ്ങോട്ടിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ലോജിസ്റ്റിക് പ്ലെയേഴ്സിനെ ഓബിയസ്ലി നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കണം. ഓക്കെ, അതിൻ്റെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കമ്പനി സ്പെസിഫിക് അല്ല സംസാരിക്കുന്നത്, ഈ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിലാണ് സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തീം പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണ്, ഏതെങ്കിലും ഒരു എമർജിങ് തീം ഇന്നതാണ്, ഇതിൻ്റെ ഈ തീമാണ് മാർക്കറ്റിൻ്റെ അത് പോസിറ്റീവ് എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റോക്കുകളും എല്ലാ ദിവസവും മേടിക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഔട്ടുകൾ തന്നുകൊണ്ടിരിക്കും. ബ്രേക്ക് ഔട്ടുകൾ തരുന്ന മുറയ്ക്ക് നമുക്ക് ആ സ്റ്റോക്കുകളുടെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു സെക്ടർ പോസിറ്റീവാണെന്ന് എഴുതിയിട്ട് അതിൻ്റെ അകത്തുള്ള ഏത് സ്റ്റോക്കിനെയും കണ്ണുടച്ച് മേടിക്കുക അങ്ങനെയൊന്നും നടക്കാതായിരിക്കത്തില്ല. ചിലപ്പോൾ ചില സെക്ടേഴ്സിൻ്റെ അകത്ത് എല്ലാ സ്റ്റോക്കുകളും പെർഫോം ചെയ്തെന്ന് വരും, ചിലപ്പോൾ ചില സെക്ടേഴ്സിൻ്റെ അകത്ത് എല്ലാ സ്റ്റോക്കുകളും പെർഫോം ചെയ്തില്ല എന്ന് വരും. ചില പർട്ടിക്കുലർ സെക്ടേഴ്സിൻ്റെ മാത്രം എവിടെയാണോ ഏർണിങ്സ് പൊട്ടൻഷ്യൽ ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇന്ന സ്റ്റോക്കുകൾ മാത്രം പെർഫോം ചെയ്യുന്ന ചില സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഹെവി ആയിട്ട് വരികയാണെങ്കിൽ ആ സെക്ടറിൻ്റെ അകത്തുള്ള ഏകദേശം എല്ലാ സ്റ്റോക്കുകളും തന്നെ പെർഫോം ചെയ്യും. ആ പേരിൽ ഏകദേശം അതിൻ്റെ സാമ്യം ഉണ്ടായാൽ പോലും സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്ന ഒരു സിനാരിയിലോട്ട് വരുന്നതായിരിക്കും. പക്ഷേ അതൊക്കെ ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക അത്ര ഉണ്ട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷനുള്ള ഒരു ബുൾ മാർക്കറ്റിലൊക്കെ മാത്രമേ നോർമലി അങ്ങനെ സംഭവിക്കാറുള്ളൂ. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ആ സെക്ടറിൻ്റെ അകത്തുള്ള പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ എണ്ണവും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കൂടി വരുന്നതായിരിക്കും. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫേസിൽ നിൽക്കുന്ന ഒരു തീമിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കമ്പനീസിനെ പറ്റിയിട്ട് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന സെക്ടേഴ്സിലൊക്കെ ഉള്ള കമ്പനികളെ നിങ്ങൾ വാച്ച് ലിസ്റ്റ് വെച്ചേക്കുക. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ സെക്ടേഴ്സിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ബ്രേക്ക് ഔട്ടുകൾ വരുമ്പോഴത്തേക്കും ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ അല്ലെങ്കിൽ ഈ സെക്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ഡൗട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ കണക്കുള്ള പോയിന്റുകളൊക്കെ ഇപ്പോഴേ തന്നെ കവർ ചെയ്ത് പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഒരു സ്കീം നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്പദ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്. അത് ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്തുള്ള സപ്ലൈ ചെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കീമാണ്. മാത്രമല്ല ഫുഡ് പാർക്കുകളുടെ ഡെവലപ്മെൻറ്റുകളും കോൾഡ് ചെയിൻ, സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അഗ്രോ പ്രോസസ്സിംഗ് ക്ലസ്റ്റേഴ്സ്, പിന്നെ ഫുഡ് പ്രിസർവേഷൻ കപ്പാസിറ്റീസ്, ഇതിൻ്റെയൊക്കെ എന്താ പറയുക പുതുതായിട്ടുള്ള അഡീഷൻസിനും അതേ കണക്കിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ കൂടുതൽ നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്കീമാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്പദ യോജന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇതെല്ലാം തന്നെ ഈ സെക്ടറിനെ നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കുന്ന ഒരു എന്താ പറയുക പോയിന്റുകളാണ്. ഇനി ഈ സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനീസിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫുഡ് സെക്ടറിൻ്റെ അകത്ത് വരുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനീസ്, ഫുഡ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ടൈപ്പ് കമ്പനീസ്. രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇൻഫ്രാ പ്ലെയേഴ്സാണ്, ഇതിൻ്റെ അകത്തുള്ള EPC പ്ലെയേഴ്സാണ്. ഏതെങ്കിലുമൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ്, കോൾഡ് സ്റ്റോറേജ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് കമ്പനീസ്, എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന ടൈപ്പ് പ്ലെയേഴ്സിനാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇൻഫ്രാ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് കമ്പനീസാണ്. ചിലപ്പോൾ അത് കോൾഡ് സ്റ്റോറേജ് ആയിരിക്കാം, ചിലപ്പോൾ അത് നോർമൽ സ്റ്റോറേജ് ആയിരിക്കാം, പല ടൈപ്പിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് കമ്പനീസ്. ലോജിസ്റ്റിക് പ്ലെയേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. പാക്കേജിങ് സെക്ടറിൻ്റെ അകത്ത് വരുന്ന പ്ലെയേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. പിന്നെ ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സെക്ടറിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു
എയിം ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കറൻ്റ് ഉള്ള സിസ്റ്റത്തിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്ക് പുതിയ ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കൂടെ ആയിട്ടുള്ള വേസ്റ്റേജ് ആണ്. നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഓവർ വേസ്റ്റേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേസ്റ്റേജ് മാക്സിമം മിനിമൈസ് ചെയ്യുക, അതാണ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും പ്രൈമറി എയിം എന്ന് പറയുന്നത്. നമ്മളിവിടെ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളിവിടെ നിന്നുള്ള എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അത്രമാത്രം വേസ്റ്റേജ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ലാക്ക് ഓഫ് നോളജ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കാം. എന്തായാലും നമ്മുടെ ഇവിടെ ഒരുപാടധികം വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് വളരെ വലിയ പുഷ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട് മെയിനായിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏകദേശം വീഡിയോ മനസ്സിലായെന്നും അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൻ്റെ അകത്തുള്ള ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ വഴിയിട്ട് ഒരു പുതിയ പോയിന്റെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.